സാധാരണക്കാരുടെ ഭക്ഷണത്തിലെ പ്രധാന പ്രോട്ടീൻ സ്രോതസ്സായ കോഴിമുട്ടയുടെ വില സംസ്ഥാനത്ത് വീണ്ടും കുതിക്കുന്നു. ഒരു മുട്ടയ്ക്ക് 7 രൂപ 50 പൈസയാണ് വില. ഇത് കുടുംബ ബജറ്റിനും ഹോട്ടൽ ബേക്കറി മേഖലയിലും അധിക ഭാരമായി മാറുകയാണ്. കയറ്റുമതി വർധനവും ഉൽപാദന ചെലവിലെ വർധനവുമാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം. അരി, പച്ചക്കറി, മീൻ എന്നിവയ്ക്ക് പിന്നാലെ ഇപ്പോൾ കോഴിമുട്ടയും സാധാരണക്കാരുടെ കയ്യെത്താ ദൂരത്തേക്ക് നീങ്ങുന്നു. നിലവിൽ മൊത്ത വ്യാപാര വിപണിയിൽ ഒരു മുട്ടയ്ക്ക് ഏകദേശം 7.5 രൂപയാണ് വില. ആഭ്യന്തര ആവശ്യത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ വിപണിയിലേക്കുമുള്ള കയറ്റുമതി വർദ്ധിച്ചതാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമെന്ന് കൂത്തുപറമ്പിലെ വ്യാപാരി TK മുസ്തഫ പറഞ്ഞു. മുട്ടയ്ക്ക് 7 രൂപ 20 പൈസ വില. മുട്ടയ്ക്ക് ഇപ്പം വില കൂടുതലാണ്. മുട്ട അങ്ങനെ കയറ്റുമതിയാണ്, അതുകൊണ്ടാണ് വില ഇത് കുറയും. വില ഗൾഫിലേക്ക് കയറ്റുമതിയാണ്. ഇതൊരാഴ്ച ഉണ്ടാവും, ഒരാഴ്ച കൊണ്ട് ഇത് സാധനം ഉണ്ടായിരുന്നു. ഉൽപാദന ചെലവ് കൂടുതലും തീറ്റ വില ഉയർന്നതും വില വർധനവിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. വില ഉയർന്നതോടെ ഹോട്ടൽ ബേക്കറി മേഖലയെയും സാധാരണ ഉപഭോക്താക്കളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം വന്നതോടെ മുട്ടയെ ആശ്രയിക്കുന്നവരാണ് ഏറെയും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് വി രൂപേഷ് പറഞ്ഞു. മുട്ടക്ക് സാധാരണ 5 രൂപ 4 രൂപ 50 പൈസ 5 രൂപ 50 പൈസയെല്ലാം ഉണ്ടായി. ഇപ്പോൾ 7 രൂപ പൈസയായി. ഇപ്പോൾ സാധാരണ മീനെല്ലാം പൈസ കൂടിയുണ്ട്. മുട്ട വാങ്ങുന്ന രീതിയിൽ നമുക്ക് അതിനും വലിയ റേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന റേറ്റ് കൂടുതൽ 7 രൂപ 7.50 സാധാരണ പിടിച്ച് വാങ്ങിക്കുന്നു. വരും ദിവസങ്ങളിൽ വിപണിയിലെ ലഭ്യതയും ആവശ്യകതയും അനുസരിച്ച് വിലയിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.